ജമ്മു കശ്മീരിലേക്കാണ്. ജമ്മു കശ്മീരിൽ അപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മലപ്പുറം ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശി സുബേദാർ സജീഷാണ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. ആർമി അധികൃതർ മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാവിലെ 7 മുതൽ ഒതുക്കുങ്ങൽ ചെറുകുന്ന ബാലപ്രബോധന സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ 27 വർഷമായി സൈനിക സേവനം നടത്തുകയായിരുന്നു സജീഷ്. വിവരങ്ങൾ നൽകാൻ ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഗുഡ് മോർണിംഗ് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ധീര ജവാനെയാണ് നമുക്ക് നഷ്ടമായത്. എപ്പോഴായിരിക്കും ഇദ്ദേഹത്തിന്റെ സംസ്കാര നടപടികൾ? ഒപ്പം ഇദ്ദേഹം നമ്മുടെ നാടിന് നൽകിയ സേവനങ്ങൾ അതെന്തൊക്കെയാണ് ശിവദാസ്? കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഇത്തരത്തിൽ ദാരുണമായൊരു അപകടം ഉണ്ടായത്. അതായത് ഡ്യൂട്ടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. പട്രോളിങ്ങിനിടെ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് ധീര ജവാന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്, വീരമൃത്യു വരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശിയായ സജീഷാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നലെ രാത്രി ഏകദേശം 8:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചു. ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലാണ് കരിപ്പൂരിൽ എത്തിച്ചത്. അതിനുശേഷം ആർമി അധികൃതർ തന്നെ ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം ഒതുക്കുങ്ങലിലെ വീട്ടിലേക്ക് എത്തിച്ചു. രാത്രി അല്പസമയം പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 7 മണി മുതൽ സ്ഥലത്തുള്ള ചെറുകുന്നിലുള്ള ബാലപ്രബോധിനി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 10 മണിക്ക് ശേഷം മൃതദേഹം സമീപത്തെ ചെറുകുന്ന വീടിന് സമീപത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിക്കും. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. മറ്റ് ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംസ്കാരം നടക്കുക. ഒരു സൈനിക തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ 27 വർഷമായി സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുകയാണ് സജീഷ്. ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകാറുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വീട്ടിൽ വന്നു പോയത്. അതിനുശേഷം വീട്ടിലേക്ക് വരാനുള്ള ഒരു സമയം ആയിരുന്നു. പക്ഷേ ഇതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ഉണ്ടാകും. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ധീര ജവാനെയാണ് നമുക്ക് നഷ്ടമായത്. 27 വർഷം നമ്മുടെ നാടിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, നമ്മളെ സേവിച്ച ഒരു ധീര ജവാനെയാണ് നമുക്ക് നഷ്ടമായത്.